മുമ്പ് മുശ്രിക്കുകൾ അവരെ ഇലാഹി വേണ്ടി നടത്തുന്ന സ്ഥലം, അവർ ആഘോഷം നടത്തുന്ന സ്ഥലം, ആ സ്ഥലത്ത് പോയിട്ട് അള്ളാഹുവിന് വേണ്ടിയാണ് എന്ത് ചെയ്തത് അവിടെ നടത്തുന്നത്. കാരണം അതിനോട് സാദൃശ്യം ഒരു തരത്തിൽ വരാൻ പാടില്ല. അങ്ങനെ തൗഹീദിനെ ഇസ്ലാം സംരക്ഷിച്ചിട്ടുണ്ട്. എന്നിട്ട് ആളുകൾ ഉപയോഗപ്പെടുമ്പോൾ എന്ത് വലിയ അറിവുകളും എന്ത് വലിയ പിഴവുമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ, ഷിർക്കും ഷിർക്കിന്റെ ഇനങ്ങളുമാണ് നമ്മൾ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ അദ്ദാഉ വദ്ദവാ എന്ന കിതാബിൽ കഴിഞ്ഞ ദർസിൽ പറഞ്ഞത്. അതിൽ ഷിർക്ക് വലുത് ചെറുത് എന്നീ രണ്ട് ഇനങ്ങളായി തിരിച്ചു. അതിനെപ്പറ്റി പറഞ്ഞു. അതുപോലെ റിയാ, ഇബാദത്തുകളിൽ ഗോപ്യമായി സംഭവിക്കുന്ന റിയായിനെ പറ്റി പറഞ്ഞു. അടുത്തത് പറയുന്നത് വയത്ബഉ ഹാദ അശ്ശിർക അശ്ശിർകു ബിഹി സുബ്ഹാനഹു ഫിൽ അഫ്ആലി വൽ അഖ്വാലി വൽ ഇറാദാതി വന്നിയ്യാത്ത്. അതുപോലെ തന്നെ ഷിർക്കിന്റെ മറ്റിനങ്ങൾ, ഒന്ന് അഫ്ആൽ, പ്രവർത്തനങ്ങളിൽ സംഭവിക്കുന്നത്, വൽ അഖ്വാൽ, സംസാരങ്ങളിൽ സംഭവിക്കുന്നത്, വൽ ഇറാദാതി വന്നിയ്യാത്ത്, ഉദ്ദേശങ്ങളിൽ സംഭവിക്കുന്നത്. ഇങ്ങനെയും ഷിർക്കിന്റെ ഇനങ്ങളുണ്ട്. ഷിർക്ക് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കാരണം എന്താണ്? ഏറ്റവും വലിയ അപകടമാണ്. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ, അതിലായിക്കൊണ്ട് മരണപ്പെട്ടാൽ പരലോകം മുഴുവൻ നശിച്ചു പോകുന്ന, നരകാവകാശിയാകുന്ന കാര്യമാണ് ഷിർക്ക്. അപ്പൊ അതിന്റെ ചെറുതും വലുതും ഗോപ്യവുമായ ഇനങ്ങളെ കുറിച്ച് നമുക്ക് അറിവുണ്ടായിരിക്കണം. അതിൽ നിന്ന് രക്ഷ തേടണം. അത് നമ്മളിൽ സംഭവിക്കാതെ നാം പരിശ്രമിക്കുകയും വേണം. അപ്പൊ ഇനി പ്രവർത്തനങ്ങളിലും അതുപോലെ വാക്കുകളിലും നിയ്യത്തുകളിലും വരുന്ന ഷിർക്കിനെയാണ് പറയുന്നത്. ഫശിർകു ഫിൽ അഫ്ആലി കസ്സുജൂദി ലിഗൈരില്ലാഹ്. പ്രവർത്തനങ്ങളിൽ വരുന്ന ഷിർക്ക് ഏതുപോലെ? അല്ലാഹു അല്ലാത്ത മറ്റാർക്കെങ്കിലും സുജൂദ് ചെയ്യുക. വത്തവാഫി ബിഗൈരില്ലാഹ് ബിഗൈരി ബൈതിഹി. അല്ലാഹുവിന്റെ ഭവനമായ കഅബയല്ലാതെ മറ്റെന്തിനെങ്കിലും തവാഫ് ചെയ്യുക. വഹൽഖിർ റഅസി ഉബൂദിയ്യതൻ വഖുദൂഅൻ ലിഗൈരിഹി. തല മുണ്ടനം ചെയ്യുക ഉബൂദിയത്ത് എന്ന നിലക്ക്, വേറെ ആരോടെങ്കിലും താഴ്മയോ അല്ലെങ്കിൽ ഇബാദത്തിന്റെ ഭാഗമെന്ന നിലക്ക് തല വടിക്കുക. വതഖ്ബീലിൽ അഹ്ജാരി ഗൈരിൽ ഹജറിൽ അസ്വദ്. ഹജറുൽ അസ്വദ് അല്ലാതെ മറ്റേതെങ്കിലും കല്ലിനെ ചുംബിക്കുക, അഥവാ അതിന്റെ തഅലീം കൊടുത്ത് മഹത്വം കൊടുത്തിട്ട് അതിനെ ചുംബിക്കുക. വതഖ്ബീലുൽ ഖുബൂരി വസ്തിലാമിഹാ. ഖബറുകളെ ചുംബിക്കുകയും അതിൽ നിന്ന് ബർക്കത്തെടുക്കുന്ന രീതിയിൽ സ്പർശിച്ചു കൊണ്ടെല്ലാം എടുക്കുന്നത്. വസുജൂദ് ലഹ. ഖബറിൽ പോയി സുജൂദ് ചെയ്യുക. നമ്മുടെ നാടുകളിൽ പ്രവർത്തനത്തിനുമായി ബന്ധപ്പെട്ട ഷിർക്കിൽ ധാരാളം കണ്ടുവരുന്ന കാര്യങ്ങളാണിത്. അള്ളാഹു അല്ലാത്ത ഏതെങ്കിലും ജാറത്തിനോ ഖബറിനോ സുജൂദ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ചില ഖബറുകളെ, ജാറങ്ങളെ ആളുകൾ തവാഫ് വരെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആ രീതിയിലുള്ള ഓരോ കാര്യങ്ങൾ, പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഷിർക്കാണ്. അതൊരിക്കലും തൗഹീദല്ല, അതൊരിക്കലും ഇസ്ലാം അല്ല, ഒരുത്തനെ ദീനിൽ നിന്ന് പുറത്താക്കുന്ന കാര്യമാണ്. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം പറയാണ്, വലഖദ് ലഅന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഇത്തഖദ ഖുബൂറൽ അംബിയാഇ വസ്സാലിഹീന മസാജിദ യുസല്ലി ലില്ലാഹി ഫീഹാ ഫകൈഫ ബിമൻ ഇത്തഖദൽ ഖുബൂറ ഔസാനൻ ബഅദ് യഅ്ബുദുഹാ മിൻ ദൂനില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശപിച്ചിട്ടുണ്ട് സ്വാലിഹീങ്ങളുടെയോ മറ്റ് അമ്പിയാക്കളുടെ ഖബർ മസ്ജിദായിട്ട് എടുക്കുന്ന ആളുകളെ, അഥവാ അവിടെ നിസ്കരിക്കാൻ വേണ്ടി സ്ഥലമായിട്ട്, സുജൂദ് ചെയ്യാനുള്ള സ്ഥലമായിട്ട് ആ ഖബറുകളെ തെരഞ്ഞെടുക്കുന്ന ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിട്ടുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ്, അപ്പൊ എങ്ങനെയാണ് ഈ ഖബറുകളെ വിഗ്രഹമാക്കി മാറ്റിയ ആളുകളുടെ അവസ്ഥ? അവിടെ പോയി ദുആ ചെയ്യുന്ന, അതൊരു വിഗ്രഹമായി കാണുന്ന ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് പറയാം. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് വന്ന ഹദീസുകൾ, ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ് കാണാം. ലഅനല്ലാഹുൽ യഹൂദ വന്നസാറ ഇത്തഖദു മിൻ ഖുബൂരി അംബിയാഇഹിം മസാജിദ. ജൂത നസാറാക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിക്കട്ടെ. കാരണം അവരെന്താണ് ചെയ്തത്? അവരുടെ അമ്പിയാക്കൾ അല്ലെങ്കിൽ അവരിലുള്ള സ്വാലിഹീങ്ങൾ മരണപ്പെട്ടാൽ അവിടെ സുജൂദിന്റെ കേന്ദ്രമായി, മസ്ജിദുകളായി അവർ അതിനെ മാറ്റി. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാം, ഇന്ന മിൻ ശിറാരിൻ നാസ് മിൻ തുദ്രികുഹും മൻ തുദ്രികുഹും അസ്സാഅ വഹും അഹ്യാഉൻ വല്ലദീന യത്തഖിദൂനൽ ഖുബൂറ മസാജിദ. അന്ത്യനാൾ സംഭവിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് അവർ എങ്ങനെയുള്ളവരായിരിക്കും? അവർ ഖബറുകളെ മസ്ജിദുകളാക്കി എടുക്കുന്നവരായിരിക്കും. അതുപോലെ മറ്റൊരു ഹദീസ്, ഇന്ന മൻ കാന ഖബ്ലകും കാനൂ യത്തഖിദൂനൽ ഖുബൂറ മസാജിദ അലാ ഫലാ തത്തഖിദുൽ ഖുബൂറ മസാജിദ
ഫഇന്നി അൻഹാകും അൻ ദാലിക്. നിങ്ങളുടെ മുൻഗാമികൾ അഹ്ലുൽ കിതാബുകാർ അവർ അവരുടെ സ്വാലിഹ്യങ്ങളുടെ ഖബറുകളെല്ലാം മസ്ജിദുകളാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾ അത് ചെയ്യരുത്, നിങ്ങളുടെ മേലെ ഞാനത് വിരോധിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ധാരാളം ഇതുപോലെയുള്ള ഹദീസുകൾ ഈ വിഷയവുമായി വന്നിട്ടുണ്ട്. ഇത് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനെ പറ്റി തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണ്? അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി വസനൻ യുഅബദ്. അല്ലാഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണ ആ സമയത്ത് ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ഒരു വിഗ്രഹമാക്കി നീ മാറ്റരുതേ, ആരാധിക്കപ്പെടുന്ന ഒരു വിഗ്രഹമാക്കി എന്റെ ഖബറിനെ നീ മാറ്റരുതേ. ഈ ഹദീസുകളെല്ലാം സ്വഹീഹായിക്കൊണ്ട് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള, അതുപോലെ തന്നെ വ്യക്തമായ ഒരു സംശയമില്ലാത്ത ഹദീസുകളാണ്. എന്നിട്ടും നമ്മുടെ നാട്ടിലെ മുസ്ലിമീങ്ങൾ ഖബറുകളെ ജാറങ്ങളായിട്ടും കെട്ടിപ്പൊന്തിച്ചിട്ടും അവിടെ ആണ്ട് നേർച്ച പറഞ്ഞിട്ടും അവിടെ പോയി പ്രാർത്ഥനയും സുജൂദും നേർച്ചയും വഴിപാടും അതുപോലെയുള്ള കാര്യങ്ങൾ നടത്തുമ്പോൾ സുബ്ഹാനല്ലാഹ്, ജഹ്ലല്ലാതെ പിന്നെ എന്താണ്? എന്ത് വലിയ ദുൽമാണത്! ശിർക്കിന്റെ നിരർത്ഥകത എത്ര വലുതാണ്! ഏതൊരു കാര്യമാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യരുത് എന്ന് പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചത്, അള്ളാഹുവിന്റെ ശാപം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞത്, അഹ്ലുൽ കിതാബുകാർ പിഴച്ചു പോയത്, അതേ പാതയിലേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തി എന്ന് പറയുന്ന ആളുകൾ പിൻപറ്റി പോകുന്നത്. വളരെ അപകടമാണ്, അത് ശിർക്കാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരീഅത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിൽ തൗഹീദിനെ സംരക്ഷിച്ച രീതി പറയാണ്. വഖദ് ഹമ സല്ലല്ലാഹു അലൈഹി വസല്ലം ജാനിബ തൗഹീദ് അഅ്ളമ ഹിമായതൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ തൗഹീദിനെ ഏറ്റവും നല്ല രീതിയിലാണ് സംരക്ഷിച്ചിട്ടുള്ളത്. ഹത്താ നഹാ അൻ സ്വലാത്തി തതവ്വു ലില്ലാഹി സുബ്ഹാനഹു ഇൻദ തുലൂഇ ശംസി വ ഇൻദ ഗുറൂബിഹാ. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹുവിന് വേണ്ടി ഒരാൾ നിസ്കരിക്കുക, അള്ളാഹുവിന് വേണ്ടി ഒരാൾ നിസ്കരിക്കുക, പക്ഷേ അത് സൂര്യൻ ഉദിച്ച ആ സമയത്തും സൂര്യൻ അസ്തമിച്ച ആ സമയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുണ്ട്. ലിഅല്ലാ യകൂന ദരീഅതൻ ഇല തശബ്ബുഹി ബിഉബാദി ശംസി അല്ലദീന യസ്ജുദൂന ലഹാ ഫി ഹാതൈനിൽ ഹാലതൈൻ. എന്താ കാരണം? സൂര്യനെ ആരാധിക്കുന്ന ആളുകൾ ഈ രണ്ട് സമയങ്ങളിൽ സൂര്യനെ ഇബാദത്ത് ചെയ്യാറുണ്ട്, സുജൂദ് ചെയ്യാറുണ്ട്, സൂര്യന് വേണ്ടി സുജൂദ് ചെയ്യാറുണ്ട്. അഥവാ സൂര്യൻ ഉദിക്കുന്ന ആ സമയത്തും സൂര്യൻ അസ്തമിക്കുന്ന സമയത്തും. വസദ്ദ ദരീഅത ബിഅൻ മനഅ മിനസ് സ്വലാത്തി ബഅദൽ അസ്രി വസ്സുബ്ഹ്. അതുകൊണ്ട് തന്നെ ഈ സുബ്ഹിന് ശേഷവും അസ്റിന് ശേഷമുള്ള നിസ്കാരം വിരോധിച്ചു. എന്താണ് സദ്ദു ദരീഅ? ഒരു അപകടം സംഭവിക്കുമെന്നുള്ളതിന് അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി അതിന് മുമ്പേ ഒരു തടസ്സം വെക്കുക. അതാണ് ദീനിലെ ഒരു ഖായിദയാണ് ഫിഖ്ഹിലെ സദ്ദു ദരീഅ എന്ന് പറയുന്നത്. അപ്പൊ അതിലേക്ക് എത്തിപ്പെടാതിരിക്കാൻ വേണ്ടി അത് തടയാണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയും, അത്രത്തോളം തൗഹീദിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംരക്ഷിച്ചിട്ടുണ്ട്. ലിത്തിഹാദി ഹാദൈനിൽ വഖ്തൈനി ബിൽ വഖ്തൈനി അല്ലദീന യസ്ജുദുൽ മുശ്രികൂന ഫീഹിമാ ലിശംസ്. എന്താ കാരണം? അതിന് മുശ്രിക്കീങ്ങൾ സൂര്യനെ സുജൂദ് ചെയ്യുന്ന സമയമാണ്. അതുകൊണ്ട് അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് ആ സമയത്ത് സുജൂദ് ചെയ്തിട്ട് ഒരു സംശയത്തിന്റെ ഒരു സാദൃശ്യത്തിന് ഇടം പോലും അവിടെ കൊടുത്തിട്ടില്ല. ഇത് മാത്രമല്ല, വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. വേറെ ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ പറഞ്ഞു കാണാം. ഇപ്പോ കിതാബ് തൗഹീദിലെല്ലാം ബാബ് തന്നെ കാണാം. അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി അറുക്കുകയാണെങ്കിൽ പോലും മുമ്പ് മുശ്രിക്കീങ്ങൾ അവരുടെ ഇലാഹുകൾക്ക് അറിവ് നടത്തിയിരുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ അവർ ആരാധനകൾ നടത്തിയിരുന്ന ആഘോഷങ്ങൾ നടത്തിയിരുന്ന സ്ഥലത്തോ അള്ളാഹുവിന് വേണ്ടിയാണെങ്കിൽ പോലും അവിടെ വെച്ച് അറിവ് നടത്തരുത്. മുമ്പ് മുശ്രിക്കീങ്ങൾ അവരുടെ ഇലാഹിന് വേണ്ടി അറിവ് നടത്തിയിരുന്ന ഒരു സ്ഥലം അല്ലെങ്കിൽ അവരുടെ ആഘോഷങ്ങൾ നടത്തിയിരുന്ന സ്ഥലം, ആ സ്ഥലത്ത് പോയിട്ട് അള്ളാഹുവിന് വേണ്ടിയാണെങ്കിൽ പോലും എന്ത് ചെയ്യരുത്? അവിടെ അറിവ് നടത്തരുത് എന്നാണ്. കാരണം അതിനോടൊരു സാദൃശ്യം ഒരു തരത്തിലും വരാൻ പാടില്ല. അങ്ങനെ തൗഹീദിനെ ഇസ്ലാമിൽ സംരക്ഷിച്ചിട്ടുണ്ട്. എന്നിട്ടും ഈ ആളുകൾ ശിർക്കിൽ പോയി അകപ്പെടുമ്പോഴോ എന്ത് വലിയ അറിവുകേടും എന്ത് വലിയ പിഴവുമാണത്. അതുപോലെ തന്നെ അള്ളാഹു അല്ലാത്തവർക്ക് സുജൂദ് ചെയ്യുക എന്നുള്ളത് പല ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ നാട്ടിലെ ധാരാളം ജാറങ്ങളിലെല്ലാം ആളുകൾ ആ ജാറത്തിന് മുന്നിൽ പോയി സുജൂദ് ചെയ്യും. അവിടെ കിടന്ന് അവർ കരഞ്ഞു പ്രാർത്ഥിക്കും. അള്ളാഹുവിന്റെ മുമ്പിൽ അവർ അങ്ങനെ കരഞ്ഞു പ്രാർത്ഥിക്കില്ല. പക്ഷേ ആ ഖബറിന്റെ മുമ്പിൽ പോയി സുജൂദിൽ കിടന്ന് കരഞ്ഞു പ്രാർത്ഥിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യംബഗി ലിഅഹദിൻ അൻ യസ്ജുദ ലിഅഹദിൻ ഇല്ലാ ലില്ലാഹ്. അള്ളാഹുവിന് വേണ്ടി അല്ലാതെ മറ്റൊരാൾക്കും വേണ്ടി സുജൂദ് ചെയ്യാൻ പാടില്ല, സുജൂദ് ചെയ്യാൻ പാടില്ല. ഇവിടെ ഭാഷാപരമായിട്ടുള്ള ഒരു ഫായിദ ഇബ്നു ഖയ്യിം കൊടുക്കുകയാണ്. ഇവിടെ ലാ യംബഗി എന്നുള്ള വാക്ക് അതിന് ഇംഗ്ലീഷിൽ ഷുഡ് നോട്ട് എന്നെല്ലാം പറയും. അല്ലെങ്കിൽ പിന്നെ
അത് യോജിച്ചതല്ല, അത് പാടില്ല എന്നുള്ള നിരക്ക് പറയുന്ന വാക്കാണ്. അതിനെപ്പറ്റി പറയാണ് വഇന്നമാ തജീഉ ലാ യൻബഗി ഫീ കലാമില്ലാഹി വറസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലില്ലദീ ഹുവ ഫീ ഗായത്തിൽ ഇംതിനാഇ ശർഅൻ. ഖുർആനിലോ ഹദീസിലോ ലാ യൻബഗി എന്നുള്ള വാക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് ശരീഅത്തിന്റെ അർത്ഥം ഉദ്ദേശിക്കുന്നത് ഗായത്തുൽ ഇംതിനാഅൻ, തീരെ പാടില്ല, ചെയ്യാനേ പാടില്ല എന്നുള്ള അർത്ഥത്തിൽ തടയപ്പെടേണ്ടതാണ് എന്ന അർത്ഥത്തിലാണ് ലാ യംബഗി എന്നുള്ള പദം ഉപയോഗിച്ചിട്ടുള്ളത് ഖുർആനിലും ഹദീസിലും. അതിന് ഖുർആന്റെ ചില ഉദാഹരണങ്ങൾ സൂറത്തുൽ മറിയമിലെ 92-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞു വമാ യംബഗി ലിർറഹ്മാനി അയ്യത്തഖിദ വലദ. അല്ലാഹുവിന് യോജിച്ചതല്ല ഒരു സന്താനത്തെ സ്വീകരിക്കുക. എത്രത്തോളം യോജിച്ചതല്ല, തീരെ പാടില്ല. അതുപോലെ സൂറത്ത് യാസീനിൽ വമാ അല്ലംനാഹു ശിഅറ വമാ യംബഗി ലഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കവിത പഠിപ്പിച്ചിട്ടില്ല, അത് യോജിച്ചതല്ല. അങ്ങനെ എവിടെയെല്ലാം ഖുർആനിലും ഹദീസിലും ലാ യംബഗി അലി മാ യംബഗി എന്നുള്ള വാക്ക് വന്നിട്ടുണ്ടോ അത് അങ്ങേയറ്റം വിരോധിക്കപ്പെടേണ്ട, നടക്കാത്ത, തടയപ്പെടേണ്ട കാര്യമായിട്ടാണ് ശരീഅത്തിൽ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് ആ വാക്കിനെ നമ്മൾ മനസ്സിലാക്കണം. ഇനി രണ്ടാമത്തേത് അഫ്ആലിലുള്ള ശിർക്കാണ് നമ്മൾ പറഞ്ഞത്. ഈ പറഞ്ഞ സുജൂദോ തവാഫോ അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക എന്നത്. അശ്ശിർക്കു ബില്ലാഹി ഫിൽ ലഫ്ദ്, സംസാരത്തിൽ വാക്കിൽ വരുന്ന ശിർക്ക്. വമിന ശിർക്കി ബിസുബ്ഹാന അശ്ശിർക്കു ബിഹി ഫിൽ ലഫ്ദ് കൽഹാലിഫി ബിഗൈരിഹി കമാ റവാഹു ഇമാം അഹ്മദ് വഅബൂ ദാവൂദ് അൻഹു. അതിലൊന്നാണ് നാവിൽ സംഭവിക്കുന്ന ശിർക്കിൽപ്പെട്ടതാണ് അല്ലാഹു അല്ലാത്തവരെ തൊട്ട് സത്യം ചെയ്തു പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മൻ ഹാലഫ ബിഗൈരില്ലാഹ് ഫഖദ് അശ്റക. അല്ലാഹുവിനെ അല്ലാതെ ആരെങ്കിലും തൊട്ട് സത്യം ചെയ്തു പറയുകയാണെങ്കിൽ അവൻ എന്താണ്? അവൻ ശിർക്ക് ചെയ്തിരിക്കുന്നു. അതായത് പല കാര്യങ്ങളും സത്യമായിട്ട് പറയും, അല്ലെങ്കിൽ വല്ലാഹി എന്നിട്ട് പറയും. അത് അല്ലാഹു അല്ലാതെ മറ്റെന്തെങ്കിലും കാര്യത്തിനെ തൊട്ട് പറയുകയാണെങ്കിൽ അത് ശിർക്കാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എല്ലാം പറഞ്ഞത് അല്ലാഹുവിൽ സത്യം ചെയ്ത് കളവ് പറയലാണ് അല്ലാഹു അല്ലാത്തൊരാളിൽ സത്യം ചെയ്ത് സത്യം പറയുന്നതിനേക്കാൾ എനിക്കിഷ്ടം. അള്ളാഹുവിൽ സത്യം ചെയ്ത് വല്ലാഹി എന്ന് പറഞ്ഞൊരു കളവ് പറയലാണ് അള്ളാഹു അല്ലാത്ത എന്തിനെങ്കിലും സത്യം ചെയ്ത് ഒരു സത്യമായിട്ടുള്ള കാര്യം പറയുന്നതിനേക്കാൾ എനിക്കിഷ്ടം. കാരണം അള്ളാഹുവിനെ വിളിച്ച് കളവ് പറയുക എന്ന് പറഞ്ഞാൽ തെറ്റാണ്, പാപമാണ്. എന്നാൽ അള്ളാഹു അല്ലാത്തവരെ സത്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ ശിർക്കാണ്. അതിന്റെ ഗൗരവം അറിയാണ്, രണ്ടും അപകടമാണ്. പക്ഷെ അതിന്റെ ഗൗരവം അറിയിക്കാൻ വേണ്ടി സഹാബികൾ പറഞ്ഞ വാക്കാണത്. അപ്പൊ അള്ളാഹു അല്ലാത്തവരെ തൊട്ട് സത്യം ചെയ്ത് പറയുക എന്നുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് മാഷാ അല്ലാഹു വശിഅത, അള്ളാഹു ഉദ്ദേശിച്ചാൽ അതുപോലെ നീയും ഉദ്ദേശിച്ചാൽ എന്ന് പറയുന്ന വാക്ക്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് ഒരു വ്യക്തി പറഞ്ഞു മാഷാ അല്ലാഹു വശിഅത, അള്ളാഹു ഉദ്ദേശിച്ചാൽ അതുപോലെ തന്നെ നിങ്ങൾ ഉദ്ദേശിച്ചാൽ എന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ച ചോദ്യം എന്താണെന്നറിയോ? അജഅൽതനി ലില്ലാഹി നിദ്ദാ, നീ അള്ളാഹുവിനെ എന്നെ പകരക്കാരനാക്കുകയാണോ? അള്ളാഹുവിനോട് എന്നെ പകരക്കാരനാക്കുന്ന, അള്ളാഹുവിനോടൊപ്പമാക്കുകയാണോ നീ ചെയ്യുന്നത്? എന്നിട്ട് പറഞ്ഞു ഖുൽ മാഷാ അല്ലാഹു വഹ്ദ, നീ എന്ത് പറഞ്ഞാൽ മതി? അള്ളാഹു മാത്രം ഉദ്ദേശിച്ചാൽ എന്ന് പറഞ്ഞാൽ മതി. സംസാരത്തിൽ പോലും ശിർക്കിന്റെ വശങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര ഗൗരവത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. ഇതുപോലെയുള്ള ഏത് വാക്കും, ഉദാഹരണത്തിന് അന മുതവക്കിലുൻ അലല്ലാഹി വഅലൈക വഅന ഫീ ഹസ്ബില്ലാഹി വഹസ്ബിക് മാലി ഇല്ലല്ലാഹു വഅൻത, അള്ളാഹുവിനോടൊപ്പം വാവ് ഉപയോഗിച്ച് വാവുൽ അത്ഫ് എന്ന് പറയും. അറബി ഭാഷയിൽ ഒപ്പം എന്നുള്ള അർത്ഥത്തിൽ വരിക, അതായത് അതേ സ്ഥാനത്ത് വെച്ചുകൊണ്ട് അങ്ങനെ പറയൽ പാടില്ല. അത് ലഫ്ളിയായ ശിർക്കാണ്. അതേസമയം സുമ്മ എന്ന് വെച്ച് പറയാം. മാഷാ അല്ലാഹ് വശിഅത എന്ന് പറയാൻ പാടില്ല. എന്നാൽ മാഷാ അല്ലാഹ് സുമ്മ ശിഅത, പിന്നെ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാം. അള്ളാഹുവിനെ പറഞ്ഞ് അതിനുശേഷം എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതായിട്ട് കാണാം. അപ്പൊ ആ രീതിയിൽ ഉപയോഗിക്കാം. അപ്പൊ അതുപോലെയുള്ള വാക്കുകൾ പോലും എന്ത് ചെയ്തിട്ടുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ രീതിയിൽ കാത്തു സംരക്ഷിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ് ഫസ്സുജൂദു വൽ ഇബാദത്തു വത്തവക്കുലു വൽ ഇനാബത്തു വത്തഖ്വ വൽ ഖശിയ അത്തഹസ്സുബ്, തഹസ്സുബ് എന്ന് പറഞ്ഞാൽ അല്ലാഹു മദ്യായവനാണ്. വത്തൗബ വന്നദർ, നദർ എന്ന് പറഞ്ഞാൽ നേർച്ച. വൽഹലിഫ് തസ്ബീഹ് തക്ബീർ വത്തഹ്ലീൽ വത്തഹ്മീദ് വലിസ്തിഗ്ഫാർ വഹൽഖു റഅസി ഖുദൂഅൻ വതഅബ്ബുദൻ വതവാഫു ബിൽ ബൈത്ത് വദ്ദുആ കുല്ലു ദാലിക മഹ്ലു ഹഖ്ഖിൻ ലില്ലാഹ്. ഈ പറഞ്ഞ ഇബാദത്തുകൾ, തൗബയാവട്ടെ, പശ്ചാത്താപമാവട്ടെ, തസ്ബീഹ് ആവട്ടെ, ഇസ്തിഗ്ഫാർ ആവട്ടെ, അങ്ങനെയുള്ള എന്തെല്ലാം ഇബാദത്തുകളുണ്ടോ ഇതെല്ലാം അള്ളാഹുവിന് അവകാശപ്പെട്ടതാണ്. ലാ യസ്ലുഹു വലാ യൻബഗി ലിസിവാ മിൻ മലകിൻ മുഖറബിൻ വലാ നബിയ്യിൻ മുർസലിൻ. ഈ ഇബാദത്തുകൾ അള്ളാഹു അല്ലാതെ
അള്ളാഹുവിന്റെ അടുക്കൽ ഉന്നത സ്ഥാനമുള്ള ഒരു മലക്കാണെങ്കിലും അള്ളാഹു നിയോഗിച്ച ഒരു റസൂലാണെങ്കിലും അവർക്കൊന്നും അവകാശപ്പെട്ടിട്ടില്ല, ചെയ്യാൻ പാടില്ല. അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും സ്ഥാനമുള്ള മലക്കാരാണ് ജിബ്രീൽ അലൈഹി ഇസ്ലാമാണ്. ജിബ്രീൽ അലൈഹി ഇസ്ലാം വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമോ? പാടില്ല. ജിബ്രീൽ അലൈഹി ഇസ്ലാമിനോട് ഇസ്തിഗ്ഫാർ തേടാൻ പറ്റുമോ? പാടില്ല. തവക്കുൽ ചെയ്യാൻ പറ്റുമോ? പാടില്ല. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിളിച്ച് ദുആ ചെയ്യാൻ പറ്റുമോ? പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇസ്തിഗ്ഫാർ തൗബയോ തേടാൻ പറ്റുമോ? പാടില്ല. ഒരു സംഭവം കാണാം, ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഒരു സംഭവമാണ്. ഒരിക്കൽ ഒരിക്കൽ ഒരു വ്യക്തിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവരപ്പെട്ടു. അവനൊരു തിന്മ ചെയ്തിട്ടുണ്ട്, അതിന്റെ പേരിൽ കൊണ്ടുവരപ്പെട്ടതാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ കൊണ്ടുവരപ്പെട്ടപ്പോ, ഹജ്ജ് നടപ്പിലാക്കേണ്ട തിന്മയല്ല, പക്ഷെ ഒരു തിന്മ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുനടക്കപ്പെട്ടപ്പോ അയാൾ പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി അതൂബു ഇലൈക് വലാ അതൂബു ഇലാ മുഹമ്മദിൻ. അല്ലാഹുവേ, ഞാനിതാ നിന്നിലേക്ക് തൗബ ചെയ്ത് മടങ്ങുകയാണ്, മുഹമ്മദിലേക്കല്ല ഞാൻ തൗബ ചെയ്ത് മടങ്ങുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിലേക്കല്ല ഞാൻ തൗബ ചെയ്ത് മടങ്ങുന്നത്, അള്ളാഹ് നിന്നിലേക്കാണെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആറഫൽ ഹഖ ലിഅഹ്ലിഹി. ആർക്കാണ് ഹക്ക് കൊടുക്കേണ്ടത് അവന് മനസ്സിലാക്കിയിട്ടുണ്ട്, ആർക്കാണ് ഹക്ക് കൊടുക്കേണ്ടത് എന്ന് അവൻ അറിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അത് വലിയൊരു അറിവാണ്. അള്ളാഹുവിന് കൊടുക്കേണ്ട ഹക്ക് അത് കൃത്യമായി ഒരാൾക്ക് കൊടുക്കാൻ സാധിച്ചാൽ അവന്റെ ജീവിതത്തിൽ വലിയ വിജയം ഉണ്ടാവുക. അതിനൊരു ഉദാഹരണമാണിത്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച തൗഹീദിന്റെ അനന്തരഫലം അനുഭവിച്ച മറ്റു ചിലർ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ സംഭവം കാണാം. വ്യഭിചാര ആരോപണം എല്ലാം കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും സംശയിച്ചു. ആയിഷ ബിയോട് പറഞ്ഞു, ആയിഷ, നീ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇസ്തിഗ്ഫാർ ചെയ്യണം, തൗബ ചെയ്യണം. നീ തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അള്ളാഹു നിന്റെ നിരപരാധിത്വം തെളിയിക്കും എന്നെല്ലാം പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും സംശയിച്ചിരിക്കുന്ന അവസ്ഥയിൽ സ്വന്തം ഉപ്പയോ ഉമ്മയോ റസൂലിനോട് ഒരു മറുപടി പറയുന്നില്ല. ആയിഷ ബീവിക്ക് വേണ്ടിയിട്ട് ആയിഷ ബീവി അള്ളാഹിനോട് പ്രാർത്ഥിച്ചു, അള്ളാഹുവിനോടല്ലാതെ സഹായം തേടാനില്ല എന്ന് പറഞ്ഞു. അവിടെ ആയത്തിറങ്ങി ആയിഷ ബിയുടെ നിരപരാധിത്വം തെളിയിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷത്തോടുകൂടി അത് അറിയിച്ചു. അപ്പൊ ആയിഷ ബീവിന്റെ ഉമ്മ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോയി സ്തുതി നന്ദിയൊക്കെ പറയുമെന്ന് പറഞ്ഞു. അപ്പൊ ആയിഷ ബി പറഞ്ഞു, ഇല്ല, ഞാൻ പോവില്ല. അള്ളാഹു ആണ് എന്റെ നിരപരാധിത്വം തെളിയിച്ചത്, ഞാൻ എന്റെ അള്ളാഹുവിനെ അല്ലാതെ സ്തുതിക്കില്ല. അള്ളാഹു ആണ് എന്റെ നിരപരാധിത്വം തെളിയിച്ചത് എന്ന് പറഞ്ഞു. അപ്പൊ എത്രത്തോളം ആലോചിച്ച് നോക്കി, അത്രത്തോളം അള്ളാഹുവിനോടുള്ള ഹക്കുകൾ വീട്ടിക്കൊടുക്കാൻ, അള്ളാഹുവിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കാൻ സ്വഹാബികൾ പഠിച്ചിട്ടുണ്ട്. അതാണ് തൗഹീദിന്റെ ഏറ്റവും പൂർണ്ണമായ ഒരു രൂപം. അടുത്ത ശിർക്ക് പറഞ്ഞത് അശ്ശിർക്കു ഫിൽ ഇറാദാതി വന്നിയ്യാത്ത്, ഒരുത്തന്റെ ഉദ്ദേശത്തിൽ ഉണ്ടാകുന്ന ശിർക്ക്. ഒരുത്തന്റെ ഉദ്ദേശത്തിൽ, അവൻ ഒരു അമല് ചെയ്യുമ്പോൾ അവന്റെ ഉദ്ദേശത്തിൽ ഉണ്ടാകുന്ന ശിർക്ക്. വഅമ്മ ശിർക്കു ഫിൽ ഇറാദാതി വന്നിയ്യാത്ത്, ശിർക്ക് ഇതുപോലെയുള്ള ഉദ്ദേശങ്ങളിലുള്ള ശിർക്ക്, ഫദാലികൽ ബഹറുൽ ലദീ ലാ സാഹില ലഹു വഖല്ല മൻ യൻജു മിൻഹു, അതൊരു തോണിക്കാരനില്ലാത്ത അല്ലെങ്കിൽ ഒരു ആളില്ലാത്ത കടൽ പോലത്തെ വിശാലമായതാണ്. അതിൽ നിന്ന് രക്ഷപ്പെടുന്നത് വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ്. അതായത് ഒരുത്തന്റെ നിയ്യത്ത്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ദിയാന്റെ പോലെയുള്ളത്. ഫമൻ അറാദ ബിഅമലിഹി غير وجه الله أو نوى شيئا غير تقرب إليه وطلب الجزاء منه فقد أشرك في نيته وإرادته. ഒരുത്തൻ ഒരു അമല് ചെയ്യാൻ, അമല് ചെയ്തുകൊണ്ട് അള്ളാഹു അല്ലാത്ത മറ്റെന്തെങ്കിലും അവൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, മറ്റെന്തെങ്കിലും പ്രതിഫലം അവൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് അവന്റെ നിയ്യത്തിലുള്ള ശിർക്കാണ്, അവന്റെ ഉദ്ദേശത്തിലുള്ള ശിർക്കാണ്, സംഭവിച്ചു പോകും. നമുക്കറിയാം, നാളെ പരലോകത്ത് നരകത്തിൽ ആദ്യമായി അറിയപ്പെടുന്ന 3 ആളുകൾ, അവരെ ഹദീസ് നമ്മൾ വായിച്ചു. അവർ നല്ല ഷഹീദായി മരണപ്പെട്ടവരാണ്, ആലിമാണ്, ദാനധർമ്മങ്ങൾ ചെയ്യുന്ന ആളാണ്. പക്ഷെ എന്നിട്ടും അവർക്ക് സംഭവിച്ചത് എന്തുകൊണ്ടാണ്? അവരുടെ നിയ്യത്ത് അള്ളാഹു മാത്രമായിരുന്നില്ല, അള്ളാഹുവിനോടൊപ്പം ദുനിയാവിന്റെ മറ്റു കാര്യങ്ങൾ അവർ തേടി എന്നുള്ളതാണ്. എന്നൊരു മുഖയും പറയുന്നത് വൽ ഇഖ്ലാസ്. ഇനി ഇഖ്ലാസ് എന്ന് പറയുന്നത് അൽ യുഖ്ലസ ലില്ലാഹ് ഫി അഖ്വാലിഹി വ അഫ്ആലിഹി വ ഇറാദതിഹി വ നിയ്യതിഹി. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വാക്കുകൾ, പ്രവർത്തനങ്ങൾ, ഉദ്ദേശങ്ങൾ, നിയ്യത്തുകൾ ഇതെല്ലാം അള്ളാഹുവിന് വേണ്ടി മാത്രമാകലാണ്. വഹാദിഹി ഹിയൽ ഹനീഫിയ്യ, അതിനാണ് ഹനീഫിയ എന്ന് പറയുന്നത്. ഹനീഫ് എന്ന് പറഞ്ഞാൽ മാഇലൻ അനി ശിർക്ക് ജാനിഹൻ ഇല തൗഹീദ്, ശിർക്കിൽ നിന്ന് പൂർണ്ണമായി വെടിഞ്ഞ് തൗഹീദിലേക്ക് ചായുന്നതിനാണ് ഹനീഫിയ എന്ന് പറയുന്നത്. അപ്പൊ അതാണ് പൂർണ്ണമായി കർമ്മങ്ങൾ അള്ളാഹുവിന് വേണ്ടി മാത്രമാവുക. ഹനീഫിയ എന്ന് പറഞ്ഞാലോ മില്ലത്തു ഇബ്രാഹിം അല്ലതി അമറല്ലാഹു ബിഹാ ഇബാദഹു കുല്ലഹും,
അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ എല്ലാ അടിമകളുടെ മേലെയും കൽപ്പിച്ചിട്ടുള്ള ആ മില്ലത്തു ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ അത് ഹനീഫിയാണ്, അഥവാ ഇഖ്ലാസ്. വലാ യഖ്ബലു മിൻ അഹദിൻ ഗൈറഹ, അതില്ലാതെ അള്ളാഹുവിൽ നിന്ന് അള്ളാഹു ഒരാളുടെയും കർമ്മം സ്വീകരിക്കില്ല. വഹിയ ഹഖീഖത്തുൽ ഇസ്ലാം, അതാണ് ഇസ്ലാമിന്റെ ഹഖീഖത്ത്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതിന്റെ ഹഖീഖത്ത് ഇഖ്ലാസാണ്. പല ആളുകളും ഇസ്ലാമിനെ ചില ഭാഗങ്ങൾ, ചില ആളുകൾ നിസ്കാരമാണ് വലുത്, ചില ആളുകൾ ജിഹാദാണ് വലുത്, ചില ആളുകൾ ദാനധർമ്മമാണ് വലുത്, ചില ആളുകൾക്ക് പൊതുസമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കലാണ് വലുത്, ചില ആളുകൾക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങളാണ് വലുത്. ആ നിലക്ക് കാണാം. പക്ഷെ ഇസ്ലാമിന്റെ ഹഖീഖത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനെയും അതിന്റെ സ്ഥാനത്തെത്തിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അത് ഇഖ്ലാസാണ്, അള്ളാഹുവിന് വേണ്ടി മാത്രമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. എന്നിട്ട് കൊടുക്കുകയാണ് സൂറത്ത് ആലി ഇമ്രാനിലെ 85-ാമത്തെ ആയത്ത്, വമയ്യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ, ഈ ഇസ്ലാം ഇഖ്ലാസോടുകൂടി ഈ ദീനല്ലാതെ മറ്റെന്തെങ്കിലും ആരെങ്കിലും ഉദ്ദേശിച്ചാൽ ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ, അവനിൽ നിന്ന് അത് സ്വീകരിക്കൂല. അവന്റെ ആ കർമ്മങ്ങൾ നിഷ്ഫലമായി പോകും, അവൻ പരലോകത്ത് നഷ്ടക്കാരനായിരിക്കും. വഹിയ മില്ലത്തു ഇബ്രാഹിം, അത് ഇബ്രാഹിം മില്ലത്താണ്, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മാർഗമാണ്. അല്ലതി മൻ റഗിബ അൻഹാ ഫഹുവ മിൻ അസ്ഫഹിസ് സുഫഹാ, അതിനോട് ഒരു വിമുഖത ആരെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ അവൻ ഏറ്റവും വലിയ വിഡ്ഢികളിൽപ്പെട്ട ആളായിരിക്കും, അവൻ ഏറ്റവും വലിയ വിഡ്ഢിയാണെന്ന് പറയാണ്. എന്നിട്ട് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് ആ ശിർക്കിന്റെ കാര്യങ്ങൾ നമ്മൾ ഓരോ തരത്തിലായി വിശദീകരിച്ചു. എന്നിട്ട് പറയാണ് ഹഖീഖത്തു ശിർക്ക്, എന്താണ് ശിർക്കിന്റെ യാഥാർത്ഥ്യം? ശിർക്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ യാഥാർത്ഥ്യം എന്താണ്? ഹുവ, അതായത് ശിർക്കിന്റെ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ തശബ്ബുഹു ബിൽ ഖാലിഖി വ തശ്ബീഹുൽ മഖ്ലൂഖി ബിഹി, അല്ലാഹുവിനോട്, ഖാലിഖായ അല്ലാഹുവിനോട് സൃഷ്ടികളെ ഏതെങ്കിലും തരത്തിൽ സാദൃശ്യപ്പെടുത്തുന്നതിനാണ് ശിർക്ക് എന്ന് പറഞ്ഞത്. ഹാദാ ഹുവ തശ്ബീഹു ഫിൽ ഹഖീഖ, അതാണ് യഥാർത്ഥത്തിലുള്ള സാദൃശ്യപ്പെടുത്തൽ, അഥവാ അള്ളാഹുവിന് മാത്രമുള്ള കാര്യങ്ങളെ സൃഷ്ടികൾക്കുണ്ട് എന്ന നിലയ്ക്ക് സാദൃശ്യപ്പെടുത്തൽ. لا إثبات صفات الكمال التي وصف الله بها نفسه ووصفه بها رسول الله فعكس من نكس الله قلبه وأعمى عين بصيرته واركزه بلبس الأمر وجعل التوحيد تشبيها. അതായത് പിന്നെ അള്ളാഹുവിന് കൊടുക്കേണ്ട രീതിയിലുള്ള അവകാശങ്ങൾ, അള്ളാഹുവിന്റെ നാമങ്ങളാവട്ടെ വിശേഷണങ്ങളാവട്ടെ, അതൊന്നും നൽകാതെ അത് മറ്റുള്ളവർക്കും വകവെച്ചു കൊടുക്കുന്ന അവസ്ഥ. അതുപോലെ തന്നെ ആ മഹത്വപ്പെടുത്തലും അനുസരണവും മറ്റുള്ളവർക്കും വകവെച്ചു കൊടുക്കുന്ന അവസ്ഥ. അപ്പോ ഒരു മുശ്രിക്ക് ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൽ മുശ്രിക്ക് മുശബ്ബിഹുൻ ലിൽ മഖ്ലൂഖ് ബിൽ ഖാലിഖ് ഫീ ഖസായിസിൽ ഇലാഹിയ്യ, അള്ളാഹുവിന് മാത്രം പ്രത്യേകമായിട്ട് കൊടുക്കേണ്ട കാര്യങ്ങളിൽ അള്ളാഹുവിനോടൊപ്പം മറ്റുള്ള സൃഷ്ടികളെ സാദൃശ്യപ്പെടുത്തുന്നവനാണ് മുശ്രിക്ക്. അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ അള്ളാഹു അല്ലാത്ത സൃഷ്ടികൾക്ക് ആ കാര്യങ്ങളെ നൽകിക്കൊണ്ട് അള്ളാഹുവിനെ ഇയാളുമായിട്ട് അല്ലെങ്കിൽ സൃഷ്ടികളുമായിട്ട് സാദൃശ്യപ്പെടുത്തുന്നവനാണ് മുശ്രിക്ക്. ഇനി എന്തെല്ലാം കാര്യങ്ങളാണ് അള്ളാഹുവിന് പ്രത്യേകമായിട്ടുള്ളത്? നമ്മൾ കഴിഞ്ഞ രീതിയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ അള്ളാഹുവിന് മാത്രം ഉലൂഹിയത്തിൽ പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് ഉപകാരം വരുത്താനും ഉപദ്രവം തടയാനും അള്ളാഹുവിന് മാത്രമേ കഴിയുള്ളൂ. നമുക്ക് നൽകാനും തടയാനും അള്ളാഹുവിന് മാത്രമേ കഴിയുള്ളൂ. നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ഭയം, നമ്മുടെ പ്രതീക്ഷ, നമ്മുടെ ഭരമേൽപ്പിക്കൽ, ഇതെല്ലാം അള്ളാഹുവിന് മാത്രമേ പാടുള്ളൂ. ഇതുപോലെ ഏതെങ്കിലും കാര്യങ്ങൾ അള്ളാഹു അല്ലാത്ത മറ്റാർക്കെങ്കിലും സാധിക്കും, അല്ലെങ്കിൽ മറ്റാരെങ്കിലും നൽകും, മറ്റാരെങ്കിലും തടയും, ഈ രീതിയിലെല്ലാം അള്ളാഹുവിന് മാത്രം നൽകേണ്ട കാര്യങ്ങൾ വകവെച്ചു കൊടുക്കുക എന്നുള്ളത് ഇത് ശിർക്കാണ്. അതുപോലെ തന്നെ ഹസായിസുൽ ഇലാഹിയ്യ, അള്ളാഹുവിന് മാത്രം പ്രത്യേകമായിട്ടുള്ള കാര്യമാണ് അൽ കമാലുൽ മുത്ലഖ് മിൻ ജമീഇൽ വുജൂഹ്, എല്ലാ രീതിയിലും പൂർണ്ണത എന്നുള്ളത് അള്ളാഹുവിന് മാത്രമേ ഉണ്ടാവുള്ളൂ, വേറൊരു സൃഷ്ടിക്കുണ്ടാവില്ല. ആ പൂർണ്ണത ഏതെങ്കിലും തരത്തിൽ വേറൊരാൾക്കെങ്കിലും വകവെച്ചു കൊടുക്കുക എന്നുള്ളത് അത് ശിർക്കിന്റെ ഇനമാണ്. അതുപോലെ തന്നെ മിൻ ഖസായിസിൽ ഇലാഹിയ്യ അൽ ഉബൂദിയ്യ, അള്ളാഹുവിന് കൊടുക്കേണ്ട ഉബൂദിയത്ത് അത് അള്ളാഹുവിന് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. എന്താണ് ഉബൂദിയത്ത് പറഞ്ഞാൽ? എന്താ അള്ളാഹിനെ ഇബാദത്ത് ചെയ്യാന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പല ആളുകൾക്ക് അത് അറിയില്ല. ഇപ്പൊ അള്ളാഹിനെ മാത്രം ഇബാദത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് എന്ന് പല ആളുകൾക്കും അറിയില്ല. രണ്ട് കാര്യങ്ങളാണ് ഇബാദത്തിൽ വരേണ്ടത്. ഇബാദത്ത് ചെയ്യാന്ന് പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഗായത്തുൽ ഹുബ് മഅ ഗായത്തിദ് ദുൽ, അങ്ങേയറ്റത്തെ ഇഷ്ടം അള്ളാഹുവിനോട് ഉണ്ടാവണം. മറ്റെന്തിനേക്കാളും നമുക്ക് ഇഷ്ടമുണ്ടാവേണ്ടത് അങ്ങേയറ്റത്തെ ഹുബ് അള്ളാഹുവിനോടായിരിക്കണം. അതുപോലെ തന്നെ ഗായത്തുദ് ദുൽ, താഴ്മയുടെയും വിധേയത്വത്തിന്റെയും ഏറ്റവും 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 നല്ല അവസ്ഥ,
അതിന്റെ അവസാനം അതിനും വലിയൊരു താഴ്മ ഇനി വേറെ ആൾ കാണിക്കാൻ പറ്റൂല. അങ്ങനത്തെ താഴ്മ അള്ളാഹുവിനോട് ഉണ്ടായിരിക്കണം. ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അള്ളാഹുവിനോടുള്ള ഇബാദത്ത് ആവുന്നത്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് തന്നെ അദ്ദേഹത്തിന്റെ നൂനിയയിൽ പറയുന്നത് കാണാം, വഇബാദത്തുർ റഹ്മാനി ഗായതു ഹുബ്ബിഹി മഅ ദുല്ലി ആബിദിഹി ഹുമാ ഖുതുബാനി. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ ഇഷ്ടമുണ്ടാകലും അള്ളാഹുവിനോട് അങ്ങേയറ്റത്തെ താഴ്മ കാണിക്കലുമാണ്. ഇതാണ് ഇബാദത്തിന്റെ സ്തംഭങ്ങൾ എന്ന് പറയുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ ഹാദാ തമാമുൽ ഉബൂദിയ്യ, അള്ളാഹുവിനുള്ള ഉബൂദിയത്തിന്റെ പൂർണ്ണത അതാണ്. വതഫാവുതു മനാസിൽ ഖൽഖി ഫീഹാ ബിഹസ്ബി തഫാവുതിഹിം ഫി ഹാദിഹിൽ അസ്ലൈൻ. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിൽ ഈ രണ്ട് കാര്യങ്ങൾ എത്രത്തോളം ആളുകളിലുണ്ടോ അതിനനുസരിച്ച് ആളുകൾ വ്യത്യസ്തമായിരിക്കും. അതായത് നമുക്ക് എത്രത്തോളമാണോ അള്ളാഹുവിനോട് ഹുബ്ബ്, എത്രത്തോളമാണോ അള്ളാഹുവിനോട് താഴ്മ, അതിനനുസരിച്ച് നമ്മൾ ഓരോരുത്തരും വ്യത്യസ്ത ദർജകളിലായിരിക്കും, വ്യത്യസ്ത സ്ഥാനങ്ങളിലായിരിക്കും എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഏതൊരു കാര്യവും ഏതൊരു ഇബാദത്തിന്റെ ഇനങ്ങളും അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമേ പാടുകയുള്ളൂ. അതല്ല അള്ളാഹു അല്ലാത്ത മറ്റാർക്കെങ്കിലും അത് ചെയ്തു കഴിഞ്ഞാൽ അവൻ അതിൽ അള്ളാഹുവിനെ തശബ്ബുഹ് നടത്തിയവനാണ്, അള്ളാഹുവിനെ സാദൃശ്യപ്പെടുത്തിയവനാണ്. ഇനി തശ്ബീഹിന്റെ ഭാഗത്തിൽ പെടുന്ന കാര്യമാണ്, അള്ളാഹുവിനോട് സാദൃശ്യം കാണിക്കുന്നതിന്റെ ഭാഗത്തിൽ പെടുന്നതാണ്. ഫമൻ തആവമ വതകബ്ബറ വദഅ الناس الى اطرائه في المدح والتعظيم والخضوع والرجاء وتعليق القلب به خوفا ورجاء والتجاء واستعانة فقد تشبه بالله ونازعه في ربوبيته وإلهيته. ആരെങ്കിലും സ്വന്തത്തിൽ അവനൊരു മഹത്വമുള്ളവനാണ്, അല്ലെങ്കിൽ അവനൊരു കിബിർ കാണിക്കുകയാണ്, അല്ലെങ്കിൽ ആളുകൾ അവനെ മദ്ഹ് ചെയ്യണം, അവനെ മഹത്വപ്പെടുത്തണം, അവന്റെ മുമ്പിൽ താഴ്മ കാണിക്കണം, അവന്റെ ഒരു പ്രതീക്ഷ വെക്കണം, അവനോട് കൽബ് ബന്ധപ്പെടണം, അങ്ങനെ വിചാരിക്കുന്ന ആളുകൾ, അങ്ങനെ ചെയ്യുന്ന ആളുകൾ, അത് യഥാർത്ഥത്തിൽ എന്താണ്? അള്ളാഹുവിന്റെ റുബൂബിയത്തിൽ അള്ളാഹുവിനോട് സാദൃശ്യപ്പെടുത്തലാണ്. അത് യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സ്ഥാനത്തെ കുറച്ചു കളയുന്ന, അഥവാ അള്ളാഹുവിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ അപകടമാണ്. അവൻ യഥാർത്ഥത്തിൽ നിന്ദ്യത ഏറ്റുവാങ്ങുന്നവനാണ്. അതായത് അള്ളാഹുവിന്റെ മഹത്വത്തിനോട് മഹത്വപ്പെടുത്തുന്ന, സ്വയം ഒരാൾ മഹത്വപ്പെടുത്തുകയോ അല്ലെങ്കിൽ വേറെ ആളുകൾ അയാളെ ചെയ്യുകയോ ചെയ്താൽ അത് ശിർക്കിന്റെ ഭാഗമായിട്ട് റുബൂബിയത്തിലുള്ള തശബ്ബുഹാണ്, സാദൃശ്യപ്പെടുത്തലാണ്. അത് അള്ളാഹുവിന്റെ അടുക്കൽ വളരെയധികം കോപമുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു, യഖൂലുല്ലാഹ്, അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നു, അൽ അലമതു ഇസാരി, അലമത്ത് എന്നുള്ളത്, മഹത്വം എന്നുള്ളത് എന്റെ മേൽവസ്ത്രമാണ്. വൽ കിബ്രിയാഉ റിദാഇ, അഹങ്കാരം എന്നുള്ളത്, അഹങ്കരിക്കാൻ അവകാശം അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ, അള്ളാഹുവിനോട് യോജിച്ച രീതിയിൽ അതെന്റെ താഴ്വസ്ത്രമാണ്. ഫമൻ നാസഅനി വാഹിദൻ മിൻഹുമാ അദ്ദബ്തുഹു, അതിനോട് ആരെങ്കിലും, അതിലേതെങ്കിലും ഒന്നിനോട് എന്നോട് മത്സരിച്ചു കഴിഞ്ഞാൽ, അതിനോട് ആരെങ്കിലും അതുപോലെ നിന്ന് കഴിഞ്ഞാൽ അവനെ ഞാൻ ശിക്ഷിക്കുന്നതാണ്. അള്ളാഹുവിനോടൊപ്പം നിൽക്കാൻ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മഹത്വത്തിനോടൊപ്പം നിൽക്കാൻ ഏതെങ്കിലും സൃഷ്ടി ശ്രമിച്ചാൽ അതിനൊക്കെ വലിയ നിന്ദ്യതല്ല. കാരണം അവൻ ഒരിക്കലും അതിന് സാധിക്കില്ല. പക്ഷെ അവൻ ചെയ്യുന്ന ഏറ്റവും വലിയ വിഡിത്താണ്. അതുകൊണ്ടാണ് ആ വിഷയത്തിലുള്ള ചെറിയ കാര്യങ്ങളെ പോലും ഗൗരവത്തിൽ പറഞ്ഞിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, വഇദാ കാനൽ മുസവ്വിറുൽ ലദി യസ്നഉ സൂറത ബിയദിഹി മിൻ അശദ്ദിൻ നാസി അദാബൻ യൗമൽ ഖിയാമ ലിതശബ്ബുഹി ബില്ലാഹ് ഫി മുജറദി സനഅതി. ഒരാൾ രൂപം ഉണ്ടാക്കുന്നവനാണ്, അവന്റെ കൈകൊണ്ട് അള്ളാഹുവിന്റെ സൃഷ്ടിയായിട്ടുള്ള സൃഷ്ടിയുടെ രൂപം ഉണ്ടാക്കുന്നവനാണ്. ആ ജീവനുള്ള വസ്തുവിന്റെ രൂപം ഉണ്ടാക്കുന്നവനാണെങ്കിൽ അവൻ അള്ളാഹുവിന്റെ ആ രൂപമുണ്ടാക്കുക എന്നുള്ളതിനോട് അവൻ സാദൃശ്യപ്പെടാൻ ശ്രമിച്ചതാണ്. അതിന്റെ പേരിൽ അവന് ഗൗരവത്തിലുള്ള ശിക്ഷയുണ്ട്. അശദ്ദുന്നാസി അദാബൻ, ഹദീസ് വന്നതാണ്, അശദ്ദുന്നാസി അദാബൻ യൗമൽ ഖിയാമ അൽ മുസവ്വിറൂൻ. നാളെ പരലോകത്ത് ഗൗരവമേറിയ ശിക്ഷ ലഭിക്കുന്ന ആളുകൾ രൂപമുണ്ടാക്കിയ ആളുകളാണ്. യുഖാലു ലഹും അഹ്യൂ മാ ഖലഖ്തും, അവരോട് പറയും, നിങ്ങളൊന്ന് ജീവൻ കൊടുക്കി, നിങ്ങൾ ഉണ്ടാക്കിയ ആ രൂപങ്ങൾക്ക് ജീവൻ കൊടുക്കാൻ വേണ്ടി അവരോട് പറയും. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാം, ഖാല അല്ലാഹു, അല്ലാഹു പറഞ്ഞു, വമൻ അദ്ലമു മിമ്മൻ ദഹബ യഖ്ലുഖു ഖൽഖൻ ഖൽഖി, എന്റെ സൃഷ്ടിയെ പോലെ ഒരു സൃഷ്ടിയെ ഉണ്ടാക്കിയതിനേക്കാൾ ദുൽമ ചെയ്തവൻ ആരാണുള്ളത്? നാം ഫലിയഖ്ലുഖു ദുർറതൻ ഔ ലിയഖ്ലുഖു ഹബ്ബതൻ ഔ ലിയഖ്ലുഖു ശഈറതൻ, അവനൊരു ഗോതമ്പോ ധാന്യമോ ബാർലിയോ ഒക്കെ ധാന്യമണികൾ ഉണ്ടാകട്ടെ, അവനുണ്ടാക്കാൻ പറ്റുമെങ്കിൽ നിസ്സാരമായിട്ടുള്ള ആ ധാന്യമണികൾ അവനുണ്ടാക്കട്ടെ എന്ന് അള്ളാഹു തആല ചോദിക്കുന്നുണ്ട്. അത് ഏതെങ്കിലും രീതിയിൽ അള്ളാഹുവിനോട് സാദൃശ്യപ്പെടുത്തുന്ന റുബൂബിയത്തിലാവട്ടെ ഉലൂഹിയത്തിലാവട്ടെ അതിനുവേണ്ടി പരിശ്രമിച്ചാൽ അവന് ഗൗരവമേറിയ ശിക്ഷയാണുള്ളത്. ഇനി നോക്കട്ടെ,
അള്ളാഹുവിന്റെ പേര് പോലെയുള്ള പേര് വെച്ചാൽ വരെ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും വെറുക്കപ്പെട്ടതാണത്. ഇപ്പൊ ചില പേരുകളുണ്ട്, അത് മനുഷ്യർക്ക് ഇടാൻ പാടില്ല. ഇപ്പൊ ഷാഹിൻ ഷാ എന്നുള്ള പേര്, മലിക്കുൽ അംലാഖ് എന്നുള്ള അർത്ഥം വരുന്നത്, അതുപോലെയുള്ള പേരുകൾ മനുഷ്യരിടാൻ പാടില്ല. ഹദീസിൽ വന്നിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്ന അഖ്നഅൽ അസ്മാഇ ഇൻദല്ലാഹി റജുൽ യുസമ്മാ ബിശാഹിൻ ഷാ ഐ മലിക്കുൽ മുലൂക് ലാ മലിക ഇല്ലല്ലാഹ്. ഷാഹിൻ ഷാ എന്ന് പറഞ്ഞാൽ മലിക്കുൽ മുലൂക് എന്ന അർത്ഥം, രാജാതി രാജാവ് എന്നൊക്കെ എല്ലാം അർത്ഥം. അത് അള്ളാഹു മാത്രമാണ്. അതുപോലെ പേരിടുന്നത് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും നിന്ദ്യമായതാണ്. മറ്റൊരു ഹദീസിൽ കാണാം, അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും വെറുക്കപ്പെട്ട കോപിപ്പെടുന്ന ഒരാൾ ബിമലിക്കിൽ അംലാഖ്, മലിക്കുൽ അംലാഖ് എന്ന് പേരിടപ്പെടുന്നവനാണ്. അഥവാ അവൻ ആ പേര് ഇഷ്ടപ്പെടുകയാണ്, അവൻ ആ പേരിലൂടെ അറിയപ്പെടാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ഇഷ്ടപ്പെടുന്നവനാണ് അള്ളാഹുവിന്റെ അടുക്കൽ വെറുക്കപ്പെട്ടത്. നമ്മൾ ആലോചിച്ച് നോക്കി, ഈ പേരുകൾ കൊണ്ടുപോലും അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് സാദൃശ്യപ്പെടുന്നത് അള്ളാഹു ഇത്ര അധികം വെറുക്കുന്ന കോപിക്കുന്ന കാര്യമാണെങ്കിൽ, അള്ളാഹുവിനെ റുബൂബിയത്തിൽ പങ്കുചേർക്കുന്ന ആളുകൾ, ഉലൂഹിയത്തിൽ പങ്കുചേർക്കുന്ന ആളുകൾ, അസ്മാഉ സിഫാത്തിൽ പങ്കുചേർക്കുന്ന ആളുകൾ, അതിനോട് മറ്റുള്ള സൃഷ്ടികളെ സാദൃശ്യപ്പെടുത്തുന്ന ആളുകൾ എത്ര വലിയ തെറ്റാണ് ചെയ്യുന്നത്. ഷിർക്കിന്റെ അപകടം എത്ര വലുതാണ്. അപ്പൊ അതുകൊണ്ടാണ് അവർക്ക് നരകം കാലാകാലമുള്ള സ്ഥിരഭവനമായിട്ട് മാറുന്നത്. അപ്പൊ ഷിർക്ക് എന്ന് പറഞ്ഞാൽ, ഷിർക്കിന്റെ ഹഖീഖത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് മറ്റേതെങ്കിലും സൃഷ്ടിയെ സാദൃശ്യപ്പെടുത്തലാണ്. അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട ഉലൂഹിയത്തിന്റെ ഇനങ്ങൾ, അത് ഇബാദത്തിന്റെ നമ്മൾ പറഞ്ഞ ദുആവോ സുജൂദോ അതുപോലെയുള്ള എന്തിനങ്ങളും ആവട്ടെ, അതല്ലെങ്കിൽ അങ്ങേയറ്റത്ത് ഇഷ്ടമോ അങ്ങേയറ്റത്ത് താഴ്മയോ ആകട്ടെ, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെയുള്ള അള്ളാഹുവിനുള്ളതുപോലെ മഹത്വം അതിനോട് സാദൃശ്യപ്പെടാൻ ശ്രമിക്കലാവട്ടെ, അതെല്ലാം ഷിർക്കിന്റെ ഭാഗമാണ്. അതെല്ലാം ഗൗരവമേറിയ കുറ്റവുമാണ്. ഇനി അടുത്ത ഫസ്ല് ഇസാഅത്തു ദന്നി ബില്ലാഹി മിൻ അഅദമിദ് ദുനൂബ്. ഇനി ഷിർക്കും തൗഹീദൊക്കെ മനസ്സിലായ ഒരാള്, അവന് പിന്നെ ഈ തിന്മകൾ കൊണ്ടുണ്ടാവുന്ന വലിയൊരു നഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വലിയൊരു അപകടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അള്ളാഹുവിനെ കുറിച്ചുള്ള മോശപ്പെട്ട ചിന്ത ഉണ്ടാവുക എന്നുള്ളതാണ്. അതായത് ഒരു മുശ്രിക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കാത്തവനാണ്. അതുകൊണ്ട് അവൻ ഷിർക്ക് ചെയ്യുന്നത്. അവൻ ഏറ്റവും സുഹൃത്ത് തന്നെയുള്ളവനായിരിക്കും. അള്ളാഹിനെ കുറിച്ച് ഏറ്റവും മോശമായ ചിന്ത ഉള്ളവനായിരിക്കും ഒരു മുശ്രിക്ക് എന്നുള്ളത്. ഒരു മുവഹീദിനെ അള്ളാഹിനെ കുറിച്ചുള്ള ഹുസ്നുൽ ദൻ, നല്ല ചിന്ത ഉണ്ടാവുകയുള്ളൂ. അപ്പൊ ആ സുഉൽ ദൻ എന്നുള്ളത് ഏറ്റവും വലിയ തിന്മയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് വിശദീകരിക്കുന്നത്. ഇൻഷാ അള്ളാഹ് അത് അടുത്ത ദർസിൽ നമുക്ക് നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്താനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.